കേരള PSCയുടെ ഫൈനൽ ആൻസർ കീക്കും അതുപോലെ തന്നെ പ്രൊഫഷണൽ ആൻസർ കീയിലും കംപ്ലയിൻസ് വരുന്നത് സ്ഥിരമായിട്ട് ഇപ്പോൾ വരുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്കറിയാം, ഇപ്പം നമുക്ക് റീസെൻ്റ്ലി നടന്ന കുറച്ച് പരീക്ഷയുടെ എക്സാമ്പിൾസ് എടുക്കാം. നമുക്ക് പ്രൊഫഷണൽ ആൻസർ കീ ആദ്യം കേരള PSC പരീക്ഷ കഴിയുന്ന അന്ന് വൈകിട്ട് തന്നെ മാക്സിമം പബ്ലിഷ് ചെയ്യാറുണ്ട്. ഫ്രൈഡേ ഒക്കെ ആണെങ്കിൽ മൺഡേ ആയി പോകാറേ ഉള്ളൂ. അല്ലാതെ നോർമലി ആ ദിവസം തന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പ്രൊഫഷണൽ ആൻസർ കീ കേരള PSC പബ്ലിഷ് ചെയ്യും. അതിനകത്ത് ഒത്തിരി മിസ്റ്റേക്സ് സാധാരണ വരാറുണ്ട്. കാര്യം ഷോർട്ട് ടൈമിൽ അവരുണ്ടാക്കുന്ന ഒരു ആൻസർ കീ ആണ്. അപ്പം അത് പക്ഷേ നമുക്ക് നമ്മുടെ പ്രൊഫൈലിലൂടെ കംപ്ലയിൻ്റ് ആയിട്ട് വിത്ത് പ്രോപ്പർ റെഫറൻസ് അവരെ ചലഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും ആൻസർ കീ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചലഞ്ച് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ടുള്ള റെഫറൻസ് വെക്കാൻ നോക്കുക. നെറ്റിൽ നിന്ന് എടുത്ത സോഴ്സസ് ഒന്നും വെക്കാതെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റെഫറൻസ് ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ആ പേജ് നമ്പറും ഓതറും ഒക്കെ പറഞ്ഞിട്ടുള്ള ആ കറസ്പോണ്ടിങ് സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സോട് കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിലൂടെ തന്നെ ആൻസർ കീ കംപ്ലയിൻസ് റേസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഈ കാണുന്ന ആൻസർ കീ കംപ്ലയിൻസ് ജെനുവിൻ ആണെന്ന് തോന്നുവാണെങ്കിൽ PSC ഒരു കമ്മീഷനായിട്ട് ജോയിൻ്റ് ആയിട്ട് ഇരുന്ന് ഈ ഒരു ആൻസർ കീയുടെ കംപ്ലയിൻസ് റെക്ടിഫൈ ചെയ്ത് ഫൈനൽ ആൻസർ കീ പബ്ലിഷ് ചെയ്യാറാണ് പതിവ്. പക്ഷേ ഇപ്പം നമുക്ക് റീസെൻ്റ്ലി നടന്ന അസിസ്റ്റൻറ്റ് ടൗൺ പ്ലാനർ എക്സാം ആണെങ്കിലോ ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയറിൻ്റെ എക്സാം ആണെങ്കിലോ ഫൈനൽ ആൻസർ കീ വന്നപ്പോൾ പോലും ശരിയായിട്ടുള്ള ചോദ്യങ്ങൾ ക്യാൻസൽ ചെയ്യുകയും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ഫൈനൽ ആൻസർ കീ പോലും തെറ്റായിട്ട് പബ്ലിഷ് ചെയ്യുകയും ചെയ്യും. സോ ഈ അവസരത്തിൽ ഉദ്യോഗാർത്ഥികൾ പാനിക്കായിരിക്കുമ്പോൾ എന്ത് ചെയ്യാൻ കഴിയും, അവർക്ക് ഫൈനലി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. പലരും PSCയിൽ ഡയറക്റ്റ്ലി വിളിച്ച് ചോദിക്കുമ്പോൾ അവരുടെ ഭാഗത്തുനിന്നും തണുത്ത ഒരു റെസ്പോൺസാണ് നമുക്ക് കിട്ടുന്നത്. അതായത് നിങ്ങൾ ഒന്ന് കമ്മീഷൻ, അതായത് എക്സാം കൺട്രോളറിന് ഒരു മെയിൽ അയച്ചു നോക്കൂ, അല്ലെങ്കിൽ ലെറ്റർ കൊണ്ടുവന്ന് കൊടുത്തു നോക്കൂ, ജെനുവിൻ ആണെന്ന് തോന്നുമെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യും എന്നുള്ള രീതിയിലാണ് അവിടെ നമുക്ക് റെസ്പോൺസ് കിട്ടുന്നത്. സോ എന്താണ് നിങ്ങൾ ഉദ്യോഗാർത്ഥികൾ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് അർഹതപ്പെട്ട ആ ഒരു മാർക്ക് നഷ്ടമാകാതിരിക്കാൻ ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മളൊരു പേപ്പർ കട്ടിങ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അധികം നിങ്ങൾക്ക് ഇതിനകത്തുള്ള ചെറിയൊരു എന്താണുള്ളത് ഞാൻ പ്രിസൈസ്ലി പറഞ്ഞു തരാം. അതായത് അന്തിമ ഉത്തര സൂചികയിലെ തെറ്റ് തിരുത്തൽ നടപടി എന്ത്, അതായത് ഫൈനൽ ആൻസർ കീയിൽ വരുന്ന തെറ്റ് തിരുത്താനായിട്ട് എന്ത് നടപടിയാണ് നമ്മൾ ഉദ്യോഗാർത്ഥികൾ എന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ജനറൽ PSCയിലെ ഒരു അസിസ്റ്റൻറ്റ് പ്രസിഡന്റ് ഓഫീസർ ലിസ്റ്റിനെ ബേസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ ഒരു ഉദ്യോഗാർത്ഥി ഒരു പേപ്പറിലേക്ക് കൊടുത്തു. അതിൻ്റെ ആൻസർ അവർ പബ്ലിഷ് ചെയ്തതാണ്. ആ ഒരു പേപ്പർ കട്ടിംഗ് ആണിത്, വലിയ കാര്യമൊന്നുമില്ല. സംഭവം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഫൈനൽ ആൻസർ കീയിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എയ്തർ നിങ്ങൾക്ക് എക്സാം കൺട്രോളറിന് മെയിൽ ID നെറ്റിൽ നിന്ന് എടുക്കാവുന്നതാണ്. അതിലൂടെ ഡയറക്റ്റ്ലി മെയിൽ ചെയ്യാം, ഇന്ന ക്വസ്റ്റ്യൻസ് ആണ്, ഇതൊക്കെയാണ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ്, ഇത് കാരണം നമുക്ക് ഈ ഒരു ആൻസർ കീയിൽ ഉള്ള ചേഞ്ചസ് മാറ്റി വരുത്താം, അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ചെയ്തതിന് പിന്നിൽ എന്താണ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ മെയിൽ ത്രൂ ചെയ്യാവുന്ന, അല്ലെങ്കിൽ PSCയുടെ ഓഫീസിൽ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ബോക്സ് ഉണ്ട്, അവിടെ ചെന്ന് കംപ്ലയിൻറ്റ് ഇടാവുന്നതാണ്. അപ്പം ഒരാളോ രണ്ടാളോ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചിലപ്പം ആൾക്കാരുടെ ശ്രദ്ധയിൽ പെടണം എന്നില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ മാക്സിമം, അതായത് ഈ നഷ്ടപ്പെടുന്ന മാർക്ക് എല്ലാവരുടെയും കൂടെ മാർക്കാണ്. അപ്പം നമുക്കിപ്പം 100ൽ വാല്യൂ ചെയ്യേണ്ടത് 93ലോ 92ലോ ഒക്കെ ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമുക്ക് ശരിയായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും, നമ്മുടെ മാർക്കും അങ്ങനെ കുറയും. അപ്പം അങ്ങനെ ഒരു അവസ്ഥ ഒഴിവാക്കാനായിട്ട് കൂട്ടത്തോടെ ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു ചോദ്യങ്ങൾ റെഫർ ചെയ്ത് അതിൻ്റെ കറക്റ്റ് റെഫറൻസോട് കൂടി മെയിൽ അയക്കുകയോ അല്ലെങ്കിൽ ഡയറക്റ്റ്ലി PSC ഓഫീസിൽ കൊണ്ട് ലെറ്റർ ബോക്സിൽ ഇടുകയോ ചെയ്യാവുന്നതാണ്. അപ്പം പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് തന്നെ കേരള PSCയുടെ ഭാഗത്തുനിന്ന് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എസ്പെഷ്യലി എടുത്തു പറയേണ്ടത് ഇപ്പം നടന്ന അസിസ്റ്റൻറ്റ് ടൗൺ പ്ലാനർ എക്സാമിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയറിൻ്റെയും ആണ്. ഒരുപാട് ചോദ്യങ്ങളിൽ ഡിസ്പെറൻസി ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി മെയിൽ ചെയ്യാം, അതല്ലെങ്കിൽ പറഞ്ഞ പോലെ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ലെറ്റർ അവിടെ കൊണ്ട് ഇടാവുന്നതാണ്. മെയിൽ ചെയ്താലും മതിയാവും, പക്ഷേ മാക്സിമം റെസ്പോൺസസ് ആ ഒരു രീതിയിൽ കൊടുക്കാൻ നോക്കുക, നമുക്ക് അർഹതപ്പെട്ട മാർക്ക് നഷ്ടപ്പെടുത്തണ്ടല്ലോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള മാർക്സ് കറക്റ്റായിട്ട് നിങ്ങൾ പോൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് റേഞ്ചും ഏകദേശം ഒരു ഐഡിയ കിട്ടാനും സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു ഇൻഫർമേഷൻ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.